പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മെയ് 30 വെള്ളി. പ്രധാന വാർത്തകൾ. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ലിവ വിലായത്തിൽ വാഹനം കത്തിച്ച സംഭവത്തിൽ സ്വദേശി പൗരൻ അറസ്റ്റിൽ. വീടിന് മുന്നിൽ നിർത്തിയിട്ട വാഹനത്തിന് തീയിട്ട സംഭവത്തിലാണ് ഇയാളെ പിടികൂടിയത്. വാഹനത്തിന് മനഃപൂർവ്വം തീയിടുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തതിന് വടക്കൻ ബാത്തിന പോലീസ് കമാൻഡ് ആണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. വയനാട് ചൂരൽമല ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായ ഒമാനിൽ പ്രവാസിയായിരുന്ന നൗഫലിന് KMCC നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ കൈമാറ്റം അടുത്ത മാസം 12-ന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. KMCC സീബ് ഏരിയ കമ്മിറ്റിയും കേന്ദ്ര കമ്മിറ്റിയും സംയുക്തമായാണ് വീട് നിർമ്മിച്ചത്. ഒമാനിൽ പ്രവാസിയായിരുന്ന നൗഫലിന്റെ കുടുംബാംഗങ്ങൾ ഒരാൾ പോലും അവശേഷിക്കാതെ ദുരന്തത്തിനിരയായ വാർത്ത വയനാട് ഉരുൾപൊട്ടലിന്റെ നോവുന്ന ഓർമ്മയായിരുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെയും പാണക്കാട് സയ്യിദ് സാദിഖ് ശിഹാബ് തങ്ങളുടെയും നിർദ്ദേശപ്രകാരം പാർട്ടിയുടെ ബഹുമുഖ പദ്ധതി പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ നൗഫലിന്റെ മുഴുവൻ കാര്യങ്ങളും ദുരന്തം തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ മസ്കത്ത് KMCC ഏറ്റെടുക്കുകയായിരുന്നു. പൊതുധാർമ്മികത ലംഘിക്കുന്ന വീഡിയോ പ്രചരിപ്പിച്ച സംഘത്തെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ധാർമ്മികത ലംഘിക്കുകയും ഇത് ചിത്രീകരിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ 4 പേരെയാണ് പിടികൂടിയത്. 2 ഇറാനിയൻ സ്ത്രീകൾ, ഒരു ബംഗ്ലാദേശ് സ്ത്രീ, ഒരു സുഡാനി എന്നിവരെയാണ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് റിസർച്ച് വിഭാഗം അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. മുസന്തം ഗവർണറേറ്റിലെ ടെലിഗ്രാഫ് ദ്വീപിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്ന പദ്ധതി പുരോഗമിക്കുന്നു. 50% നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതായി അധികൃതർ അറിയിച്ചു. ചരിത്ര പ്രാധാന്യമുള്ള ദ്വീപ് എന്ന നിലയിൽ പ്രദേശത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിൽ കൂടിയാണ് ഇവിടെ ടൂറിസം പദ്ധതി ഒരുക്കുന്നത്. സമഗ്രമായ സാമ്പത്തിക വികസനം കൈവരിക്കുന്നതിനും സുസ്ഥിര ടൂറിസം സംരംഭങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഗവർണറേറ്റിന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പദ്ധതി. ഇന്ത്യൻ സയൻസ് ഫോറം നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അൽഹയിൽ ക്യാമ്പസിൽ സംഘടിപ്പിച്ച ദ്വിവാർഷിക സയൻസ് ഫിയസ്റ്റ 2025 സമാപിച്ചു. സുൽത്താനേറ്റിലെ ഭൂരിഭാഗം ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മനസ്സും യന്ത്രവും സംഗമിക്കുമ്പോൾ എന്ന ഈ വർഷത്തെ പ്രമേയത്തെ ആധാരമാക്കി നടത്തിയ മത്സരങ്ങൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രകടമാക്കുന്നതായി. ചൂട് വർദ്ധിച്ചതോടെ രാജ്യത്ത് മത്സ്യലഭ്യത കുറഞ്ഞു. ആവശ്യത്തിന് മത്സ്യം ലഭിക്കാത്തതിനാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുറച്ച് മത്സ്യങ്ങൾ മാത്രമാണ് പ്രധാന വ്യാപാര കേന്ദ്രമായ മത്രയിലെ സെൻട്രൽ മത്സ്യ മാർക്കറ്റിൽ എത്തിയത്. താപനില വർദ്ധിച്ചതോടെ തീരത്തോട് ചേർന്നുള്ള ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് മീനുകൾ ആഴം കൂടിയ ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നതാണ് ലഭ്യത കുറയാനുള്ള പ്രധാന കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 34ാമത് രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് ഇൻകാസ് ഒമാൻ നാഷണൽ കമ്മിറ്റി അൽ അബീർ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഇന്ന് നടക്കും. വൈകിട്ട് 4 മുതൽ രാത്രി 9 വരെ റോവി അബീർ ഹോസ്പിറ്റലിൽ നടക്കുന്ന ക്യാമ്പിൽ ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ, ബോഡി മാസ് ഇൻഡെക്സ്, GP കൺസൾട്ടേഷൻ തുടങ്ങിയ സേവനങ്ങൾ ലഭിക്കും. ഇതിനു പുറമെ പങ്കെടുക്കുന്നവർക്ക് അൽ അബീർ ഹോസ്പിറ്റലിന്റെ പ്രിവിലേജ് കാർഡ് കൂടെ നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇരുമ്പയിര് ലോജിസ്റ്റിക് മെച്ചപ്പെടുത്തുന്നതിനായി ഒമാൻ UAE ഹഫീദ് റെയിൽ പദ്ധതി ഇറ്റാമിനസുമായി സഹകരിക്കുന്നു. ബ്രസീലിൽ നിന്നുള്ള മുൻനിര ഇരുമ്പയിര് ഉൽപ്പാദകരായ ഇറ്റാമിനസ് മിനറൽ ട്രേഡിംഗുമായി സഹകരണ കരാറിൽ ഒപ്പുവെച്ചു. സംയോജിതവും സുസ്ഥിരവുമായ ചരക്ക് കടത്ത് സംവിധാനം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പുതിയ കരാർ. ഇരു രാഷ്ട്രങ്ങളുടെയും ഇരുമ്പ് ഉരുക്ക് വ്യവസായത്തെയും പദ്ധതി പിന്തുണയ്ക്കും. ഒമാനിൽ ബലിപെരുന്നാൾ അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചു. ജൂൺ 5 മുതൽ 9 വരെ പൊതു അവധി ആയിരിക്കും. വാരാന്ത്യ അവധി ദിനങ്ങൾ ഉൾപ്പെടെയാണിത്. 5 ദിവസം തുടർച്ചയായി അവധി ലഭിക്കും.
ജൂൺ 10 ചൊവ്വാഴ്ച ഓഫീസുകളും മറ്റും പ്രവർത്തനം പുനരാരംഭിക്കും. ജൂൺ 6 ആണ് രാജ്യത്ത് ബലിപെരുന്നാൾ. അവധി പ്രഖ്യാപനം എത്തിയതോടെ രാജ്യത്ത് സ്വദേശികളും വിദേശികളും ആഘോഷങ്ങൾക്കായുള്ള തയ്യാറെടുപ്പുകളിലാണ്. രാജ്യത്തിന് അകത്തും പുറത്തുമായി അവധി ദിനങ്ങൾ യാത്ര ചെയ്യുന്നവരാണ് ഭൂരിഭാഗവും. പ്രവാസികൾ പലരും പെരുന്നാൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ നാട്ടിലേക്ക് തിരിക്കും. ചിലർ ദിവസങ്ങൾക്ക് മുമ്പേ അവധി എടുത്ത് നാട്ടിൽ ചെലവഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. ICC ക്രിക്കറ്റ് ലോകകപ്പ് ലീഗ് 2-ൽ ഒമാനെ വീഴ്ത്തി അമേരിക്ക. ആദ്യം ബാറ്റ് ചെയ്ത അമേരിക്ക നിശ്ചിത 50 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 293 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിൽ 50 ഓവറിൽ ഒമാന് 284 റൺസെടുക്കാനേ സാധിച്ചുള്ളൂ. ബലിപെരുന്നാൾ ഒരുക്കങ്ങളിലേക്ക് നീങ്ങുകയാണ് സുൽത്താനേറ്റ്. ജൂൺ 6 ഒമാനിൽ ബലിപെരുന്നാൾ. രാജ്യത്ത് പെരുന്നാൾ പൊതു അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചതോടെ മുന്നൊരുക്കങ്ങൾ വേഗത്തിലായി. വിപണിയിലും പെരുന്നാൾ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പരമ്പരാഗത ആഘോഷങ്ങളും വിവിധ വിനോദ പരിപാടികളും ഇത്തവണയും ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഒമാനിൽ അരങ്ങേറും. ബലിപെരുന്നാൾ ദിനങ്ങളിലേക്ക് കടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാജ്യത്ത് വിപണി വരും ദിനങ്ങളിൽ കൂടുതൽ സജീവമാകും. വൻകിട സ്ഥാപനങ്ങളുടെ ഓഫർ പ്രഖ്യാപനങ്ങൾക്ക് കാത്തിരിക്കുന്നവർ നിരവധിയാണ്. എന്നാൽ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളിൽ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഹോൾസെയിൽ കടകളിൽ നിന്നും സാധനങ്ങൾ ലഭ്യമാക്കുകയാണ് ഇപ്പോൾ. പെരുന്നാൾ വിപണി പ്രതീക്ഷിച്ച് മൊത്തക്കച്ചവടക്കാർ കൂടുതൽ സാധനങ്ങൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.